എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ പറയൂ. വലിയ കുഴപ്പമില്ല, പറയൂ. അതായത് ഒരാൾക്കാരും ഇവൻ എന്ത് ചെയ്യരുത്, ഇവനൊന്നും പറയരുത്, നമ്മൾ മണ്ടന്മാരാണ്. ചേച്ചി എന്റെ വായന്ന് അങ്ങനെ ട്രിഗർ ചെയ്യാൻ വന്നുപോയി. അത് ചേച്ചി ക്ഷമിക്കാതിരിക്കും ചേച്ചിയുടെ ഇഷ്ടം. പക്ഷെ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി. ഞാൻ സൈക്കോളജി, എന്റെ അച്ഛൻ എത്രയോ വർഷം സൈക്കോളജി പഠിച്ചതാണ്. ഞാൻ ഇത്രയും വർഷമായി ഫീൽഡിൽ, എനിക്ക് ഇന്നേ വരെ എന്നെ ഒരാൾക്ക് ചതിക്കാൻ പറ്റിയിട്ടില്ല. മീൻസ് ഒരു പ്രശ്നത്തിൽ ഞാൻ പോയിട്ടില്ല. ഞാനൊരു മോശം വർക്കിൽ പോയിട്ട് എനിക്കൊരു അബദ്ധം പറ്റില്ല. ഞാൻ ഇത്രയും വർഷം ഒരു ചീത്തപ്പേരും കേൾക്കാണ്ട് 19 വർഷം ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയോ ആണുങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ചെറിയ പ്രായം തൊട്ട്. പക്ഷെ എനിക്ക് ഒരാളെ കണ്ടറിയാം. ഒരു കാര്യം ഞാൻ പറയാം, അക്ബറിന്റെ വായിന്ന് അത് വീണു. അപ്പൊ തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ തെറ്റാണ് എന്ന് കരുതി അവൻ ചതിയനല്ല. ഞാൻ ന്യൂട്രൽ നിന്നിട്ടില്ല. ഞാൻ എനിക്ക് തോന്നിയ ഭയങ്കര നല്ലതാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ന്യൂട്രൽ ഇവൻ നിൽക്കില്ല. മറ്റേ ഒളിച്ചു നിന്ന് നിങ്ങളെ പറ്റി ഇവന് വേണേ പറഞ്ഞൂടെ, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ അവൻ പിന്നെ ഒരു കയറി പറഞ്ഞില്ല. അതിന് ശേഷം അവൻ അത് ചിലവർക്കുണ്ട്. പിന്നെ ദിലുവേട്ട അങ്ങനെയാ. അതിന് ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ ഇതാന്ന് മറന്നു പോകും. പക്ഷെ ചിരിച്ചു നിന്ന് കഴുത്തിറക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ്. ഇന്ന് ജിസേലിന്റെ കാര്യത്തിൽ ഇടുമ്പോഴും ഇടയിൽ കൂടെ പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ പോട്ടെടാ, എടാ പോട്ടെ, അത് എന്തിനിങ്ങനെ അഭിലാഷം മാറിക്ക്, ഞാൻ ഇതിൽ ഇടപെടും. എനിക്ക് ഇടപെടണമെങ്കിൽ നീ ഇടപെട്ടോ, ഇത് എനിക്ക് ഇടപെടണം. കാരണം ജിസേൽ തെറ്റ് ചെയ്തിട്ടുള്ള ജിസേൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അനു ചെയ്തത് അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ കട്ടിലിൽ പോയിട്ട് അവരെ അങ്ങോട്ട് പ്രീതിപ്പെടുത്തുക. രേണുവിനെ വന്നിട്ട് പറഞ്ഞിട്ടില്ലേ, രേണുവിന്റെ അടുത്ത് ഇവിടെ ഉറങ്ങിയാ ഇല്ലേ, ഞാൻ നോക്കി കിടക്കും ആരെ കൊതുക്. ഇതാണ് വേണ്ടത്. ഇവിടെ കുറച്ച് ആൾക്കാര്, പിന്നെ അഭിലാഷിന്റെ ആൾക്കാരുണ്ട് ഇവിടെ. ആരുടെ ആൾക്കാരായാലും ഇവിടെ ഓരോരുത്തർക്കും അറിയാം. അറിഞ്ഞു വെച്ചാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അറിഞ്ഞു വെച്ചാൽ മതി. ഞാൻ എന്തുണ്ടെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിൽ വെച്ച് നടക്കണ പരിപാടിയില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാ അറിയാം, ഇവിടെ അഭിലാഷ് ആകെ കൂടി ഇടപെട്ടുള്ള ഒരു വിഷയം അനീഷിന്റെ മാത്രം. എവിടെയെങ്കിലും അവനെ മാറ്റി നിർത്താണ്ട് പറയട്ടെ, എനിക്ക് അത്രയുള്ളൂ. മാറ്റി നിർത്താണ്ട് നടുക്കളത്തിൽ വെച്ചിട്ട് ഇവര് ശരി ഇവര് തെറ്റുന്നു എന്ന് പറയുന്നു, അന്ന് ഞാൻ അംഗീകരിക്കാം. നമ്മളെ നേരൊക്കെ വന്നു നോക്കട്ടെ, നമ്മളെ നേരൊക്കെ, അതായത് എന്റെ ഭാഗത്ത് തെറ്റ് വന്നു എന്ന് എനിക്ക് തോന്നിയ ഞാൻ ഉൾവലിയും. പിന്നെന്താ, തലവേദന കേസും അവൻ ഇടപെട്ടു. പിന്നെ ഒന്നും അവൻ സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരു വിഷയം ക്യാപ്റ്റനായിട്ട് അവൻ വരുമ്പം ഇന്ന്